ശരി, നമുക്ക് ഈ രഹസ്യങ്ങളുടെ ലോകത്തേക്ക് നേരിട്ട് കടക്കാം. ഈ അന്വേഷണത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു കൊലപാതകത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഫോറൻസിക് പ്രൊഫൈലാണ്. എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? ഇവിടെ പ്രതിയുടെ നിശബ്ദത ഏതൊരു കുറ്റസമ്മതത്തെക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്നതാണ്. അലക്സ് മൈക്ലേഡീസ് രചിച്ച നമ്മെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ദ സൈലന്റ് പേഷ്യന്റ്. ദൃശ്യമികവോടെ അവതരിപ്പിക്കുന്ന ഈ മികച്ച സിനിമാറ്റിക് വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഉത്തരം കിട്ടാത്ത ഒരു വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ തയ്യാറാണല്ലോ, അല്ലേ? ഇനി ഇതൊന്ന് നോക്കൂ. ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഈയൊരു ചിത്രം തന്നെ നമ്മുടെ ഈ രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നതാണ്. ഇതാണ് പ്രശസ്തയായ ചിത്രകാരി അലീഷ്യ ബെറൻസൺ സ്വന്തം ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം പിന്നീടൊരിക്കലും ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറാകാത്തവൾ. ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലേ? അതാണ് നമ്മുടെ വിഷയം. ഭാഗം 1: കുറ്റകൃത്യവും നിശബ്ദതയും. ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ സൂക്ഷ്മതയോടെ തന്നെ ആ കൊലപാതകം നടന്ന സ്ഥലത്തെ ഞെട്ടിക്കുന്ന വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ചു തുടങ്ങാം. ഇവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസമായിരുന്നു ആ ഓഗസ്റ്റ് 25. അന്ന് രാത്രി കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് സംഭവിച്ചതെന്നോ, ഓരോ മിനിറ്റും എത്ര നിർണായകമായിരുന്നുവെന്ന് ഈ സമയരേഖ നമ്മെ കാണിക്കുന്നുണ്ട്. വെറും ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിലാണ് എല്ലാം കഴിഞ്ഞത്. ആ ഇരുട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ടോർച്ച് വെളിച്ചമടിച്ചപ്പോൾ കണ്ട കാഴ്ച സത്യത്തിൽ ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. ഗബ്രിയേലിനെ കമ്പികൊണ്ട് കെട്ടിയിട്ട് മുഖത്ത് 6 തവണ വെടിവെച്ചിരിക്കുന്നു. എന്നാൽ അലീഷ്യയോ? അവൾ ആ ചോരക്കളിയൊന്നും അറിയാത്തതുപോലെ മഞ്ഞിൽ കൊത്തിയെടുത്തൊരു പ്രതിമയെപ്പോലെ മരവിച്ചു നിൽക്കുകയായിരുന്നു. ആലോചിച്ചു നോക്കൂ ആ ഒരു അവസ്ഥ. 6 നീണ്ട വർഷങ്ങൾ. അറസ്റ്റിനും അതിനുശേഷം ഗ്രോവ് സൈക്യാട്രിക് യൂണിറ്റിലെ പ്രവേശനത്തിനും ശേഷമുള്ള 6 വർഷക്കാലം അലീഷ്യ ആർക്കും പിടികൊടുക്കാത്ത ഒരു വലിയ നിഗൂഢതയായി തുടർന്നു. പോലീസിനോടോ അഭിഭാഷകരോടോ സ്വന്തം ഡോക്ടർമാരോടോ ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ അവൾ തയ്യാറായില്ല. അക്ഷരാർത്ഥത്തിൽ തികച്ചും നിശബ്ദയായ ഒരു രോഗി. ഭാഗം 2: സൈക്കോതെറാപ്പിസ്റ്റിന്റെ വരവ്. മാധ്യമങ്ങളെല്ലാം ഈ ദുരന്ത വാർത്തയോടുള്ള താൽപ്പര്യം അവസാനിപ്പിച്ചു തുടങ്ങിയ ആ സമയത്താണ് അലീഷ്യയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ രഹസ്യം എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ പുതിയൊരു കഥാപാത്രം ആ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കടന്നുവരുന്നത്. തിയോ ഫെയ്ബർ എന്നാണ് ആ തെറാപ്പിസ്റ്റിന്റെ പേര്. ഇയാളുടെ ഇരട്ട വ്യക്തിത്വമാണ് നമ്മളിവിടെ ശരിക്കും കാണുന്നത്. അലീഷ്യയെ രക്ഷിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി താനാണെന്ന് അയാൾ സ്വയം അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ സ്വന്തം മാനസികാവസ്ഥയോ വളരെ തകർന്നതാണ്. മറ്റുള്ളവരെ ചികിത്സിക്കാൻ പോകുന്ന ആ മനുഷ്യന്റെ ഉള്ളിലും ക്രൂരനായ പിതാവിന്റെയും വഞ്ചകിയായ ഭാര്യയുടെയും ഓർമ്മകൾ നൽകുന്ന ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഭാഗം 3: ക്യാൻവാസിലെ സൂചനകൾ. അവളോട് വാക്കുകൾ കൊണ്ടുള്ള ആശയവിനിമയം എന്തായാലും അസാധ്യമാണല്ലോ. അതുകൊണ്ട് തിയോ അലീഷ്യയുടെ ആകെയുള്ള ആ ഒരേ ഒരു ആശയവിനിമയ മാർഗത്തിലേക്ക് തിരിയുകയാണ്. മറ്റൊന്നുമല്ല, അസ്വസ്ഥതയുണ്ടാക്കുന്ന അവളുടെ ചിത്രരചനകളിലേക്ക്. കൊലപാതകത്തിന് മുമ്പുള്ള അലീഷ്യയുടെ വളരെ അസ്ഥിരമായ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഈ ചിത്രങ്ങൾ നമ്മെ എങ്ങനെ സഹായിക്കുന്നുവെന്നൊന്ന് നോക്കിയേ. മരണത്തെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും പിന്നെ ഇരുണ്ട ചിന്തകളെക്കുറിച്ചുമൊക്കെ സദാ ആകുലപ്പെടുന്ന ഒരു മനസ്സിനെയാണ് ഈ ഓരോ ചിത്രങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് വെറും ചിത്രങ്ങളല്ല, അവളുടെ ഉള്ളിലെ ഭരമാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്താണെന്നോ? കൊലപാതകം നടന്ന് വെറും ദിവസങ്ങൾക്ക് ശേഷം അവൾ വരച്ച അവളുടെ അവസാനത്തെ സെൽഫ് പോർട്രേറ്റ്. ഇളം നീല നിറത്തിലുള്ള ഗ്രീക്ക് അക്ഷരങ്ങളിൽ അവൾ അതിന് അൽസിസ്റ്റിസ് എന്ന് നിഗൂഢമായി പേരിട്ടിരുന്നു. നിങ്ങൾക്ക് സംശയം തോന്നും, എന്താണ് ഈ അൽസിസ്റ്റിസ് എന്ന്, അല്ലേ? ഭർത്താവിനു വേണ്ടി സ്വയം ജീവൻ ബലിയർപ്പിച്ചു മരിക്കുകയും പിന്നീട് പൂർണ്ണമായും നിശബ്ദയായ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും ചെയ്യുന്നൊരു സ്ത്രീയുടെ ഗ്രീക്ക് പുരാണമാണത്. ഈയൊരു ആശയം നമ്മുടെ കേസിന്റെ മുഴുവൻ രഹസ്യങ്ങളുടെയും അടിസ്ഥാന സൈക്കോളജിക്കൽ ബ്ലൂ പ്രിന്റായി വർത്തിക്കുന്നുവെന്ന് വേണം പറയാൻ. അവളുടെ ആ നിശബ്ദത ഒരിക്കലും വെറുതെയല്ല. ഭാഗം 4: ഭയത്തിന്റെ ഡയറി കുറിപ്പുകൾ. ഈയൊരു ദുരന്തത്തിന് ശരിക്കും കാരണമായതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗബ്രിയേലിന്റെ മരണത്തിനു മുമ്പുള്ള ആഴ്ചകളിൽ അലീഷ്യ സൂക്ഷിച്ചിരുന്ന സ്വകാര്യ ഡയറിയിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരങ്ങളുള്ളത്. മുഖമില്ലാത്ത ഏതോ ഒരു അജ്ഞാതൻ തന്റെ ഓരോ ചലനവും എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾ പതിയെ വിശ്വസിച്ചു തുടങ്ങുകയാണ്. ഭയപ്പെടുത്തുന്നതും നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്നതുമായ ഒരു മാനസികാവസ്ഥയുടെ കൃത്യമായ രേഖപ്പെടുത്തലുകളാണ് അലീഷ്യയുടെ ആ ഡയറിയിലുള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും. ആ അജ്ഞാതനായ നിരീക്ഷകൻ പാർക്കിൽ നിന്ന് അവളുടെ വീടിനു പുറത്തുള്ള തെരുവിലേക്ക് നീങ്ങുമ്പോൾ അവളുടെ ആ ഭയം അതിന്റെ പാരമ്യത്തിലെത്തുകയാണ്. പുലർച്ചെ 4 മണിക്കുള്ള അവളുടെ ആ ഭീതി നിറഞ്ഞ കാത്തിരിപ്പ് അവളെ ശരിക്കും മരവിപ്പിക്കുന്നുണ്ട്. ഈ വരികളിൽ ആ ഒരു വല്ലാത്ത ഭയം നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ലേ?
എന്നിട്ടും ഒരു സംരക്ഷണത്തിനായി അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവ് ഗാബ്രിയലിനെ സമീപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ അവളുടെ ഭയത്തെ വെറുമൊരു മാനസിക ഭ്രമമായി തള്ളിക്കളയുകയാണ്. മാത്രമല്ല, അവൾക്ക് കുറച്ച് ഗുളികകൾ നൽകി അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തൊരു ഭയാനകമായ അവസ്ഥയാണതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗം 5 നിരീക്ഷകനും ട്വിസ്റ്റും. ഇപ്പോ ഈ കേസിന്റെ ഗതി തന്നെ ഒന്നാകെ മാറ്റിമറിക്കുന്ന വലിയൊരു ട്വിസ്റ്റോടെ നമ്മൾ കൊലപാതകം നടന്ന ആ നിർണായക രാത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അലീഷ്യ ഒടുവിൽ തന്റെ ആ നീണ്ട നിശബ്ദത വെടിയുകയും ആ രാത്രിയിലെ യഥാർത്ഥ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതിക്രമിച്ചു കയറിയാൾ ഗബ്രിയലിനെ വെടിവെച്ചില്ല എന്നതാണ് സത്യം. പകരം ആര് ജീവിക്കണം എന്ന് തെരഞ്ഞെടുക്കാൻ അയാൾ ഗബ്രിയലിനെ നിർബന്ധിച്ചു. ആ ഭീരുവായ ഭർത്താവ് സ്വന്തം ജീവൻ തെരഞ്ഞെടുത്തു. സ്വന്തം ഭാര്യ മരിച്ചാലും ശരി, തനിക്ക് ജീവിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ ഇവിടെ ഈ കേസിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും പൂർണ്ണമായും തകർക്കുന്ന ആ വലിയ ചോദ്യം ഇതാണ്: അവരെ ഭയപ്പെടുത്തിയിരുന്ന ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ആരാണ് ആ മുഖമൂടിക്ക് പിന്നിലുണ്ടായിരുന്നത്? നിങ്ങൾക്കെന്തെങ്കിലും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? തിയോ ഫേബർ. അതെ, കേട്ട് ഞെട്ടേണ്ട. നമ്മുടെ അന്വേഷണത്തെ ഇതുവരെ നയിച്ചിരുന്ന ആ നല്ലവനായ സൈക്കോതെറാപ്പിസ്റ്റ് തന്നെയായിരുന്നു ആ അക്രമി. ഗാബ്രിയൽ തന്റെ ഭാര്യ കാഥിയുമായി രഹസ്യബന്ധം പുലർത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിന് പ്രതികാരം ചെയ്യാനെത്തിയതായിരുന്നു സാക്ഷാൽ തിയോ ഫേബർ. എത്ര വിദഗ്ധമായാണ് ഈ കഥ നമ്മെ വഴിതെറ്റിച്ചത്, അല്ലേ? സമ്മതിച്ചു കൊടുക്കണം. ഭാഗം 6 അൽസെസ്റ്റിസിന്റെ അർത്ഥം. ഭയപ്പെടുത്തുന്ന ആ വലിയ സത്യം വെളിപ്പെട്ടതോടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഗ്രീക്ക് പുരാണത്തിന്റെ പസിലുകളെല്ലാം ഇപ്പോൾ കൃത്യമായി യോജിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൾ നിശബ്ദയായത് എന്നതിനുള്ള ഉത്തരം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അലീഷയുടെ ഈ നിശബ്ദത ഒരു കൊലപാതകം ചെയ്തതിലുള്ള വെറുമൊരു മാനസിക വിഭ്രാന്തിയല്ലായിരുന്നു സുഹൃത്തുക്കളെ. മറിച്ച് താൻ ജീവനതുല്യം സ്നേഹിച്ച മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയോടുള്ള അവളുടെ ആഴത്തിലുള്ള ഹൃദയഭേദകമായ പ്രതികരണമായിരുന്നു അത്. അൽസെസ്റ്റിസിനെ പോലെ തന്റെ മരണത്തിന് വിട്ടുകൊടുത്ത ഭർത്താവിനെ അവൾക്ക് സ്വയം ഇല്ലാതാക്കേണ്ടി വന്നു. അവളിലെ സ്ത്രീ അന്ന് മരിച്ചു കഴിഞ്ഞിരുന്നു. അലീഷ്യ ഗേബ്രിയേലിനെ കൊല്ലണമെന്ന തിയോ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് ആ രഹസ്യബന്ധം പുറത്തുകൊണ്ടുവരണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് അബദ്ധത്തിൽ വലിയൊരു ദുരന്തത്തിന് കാരണമാവുകയും വളരെ സമർത്ഥയായൊരു കലാകാരിയെ ലോകമറിയുന്ന സൈലന്റ് പേഷ്യന്റാക്കി മാറ്റുകയും ചെയ്തു. നമ്മുടെ മാനസിക നിലനിൽപ്പ് മറ്റുള്ളവരുടെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ആ സ്നേഹം ഒരു നുണയാണെന്ന് തെളിയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് സംഭവിക്കും? തകർന്ന 2 ദാമ്പത്യങ്ങളുടെ ദാരുണമായ ഈ കൂടിച്ചേരൽ മനുഷ്യ മനസ്സിന്റെ ദുർബലതയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം നമുക്ക് നൽകുന്നുണ്ട്. ഈ ഉജ്ജ്വലമായ സൈക്കോളജിക്കൽ കേസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ മികച്ച സിനിമാറ്റിക് വിശകലനം നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവ് നൽകിയെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.